ഒരു പരിപ്പ് കറി വെച്ചാലോ, ഒരു പകുതി തക്കാളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു പകുതി സവാള ഇത് അരിഞ്ഞത് പരിപ്പിനോടൊപ്പം കുക്കറിലിടുക. നന്നായിട്ട് അരിഞ്ഞ് ചോപ്പ് ചെയ്ത് കുക്കറിലിട്ട് കുറച്ച് പാകത്തിന് വെള്ളം ഒഴിക്കുക. കുക്കറിലിട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പിട്ട് നന്നായിട്ട് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് കുറച്ച് മുളക് പൊടി, നമുക്കൊരു എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് മുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക്. അതിന് ശേഷം അതിലേക്ക് കുറച്ച് 1 കപ്പ് വെള്ളം ചേർക്കുക. നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ എടുത്തിരിക്കുന്ന പരിപ്പിന് ആവശ്യമായിട്ട് നമുക്കത് ഒഴിക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വേണമെന്ന്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ വെക്കുക. അതിനുശേഷം കുക്കറിൽ അത് പാകമാവുന്ന സമയത്തേക്ക് നമ്മളൊന്ന് കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുക കേട്ടോ. ഒരു രുചിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരല്പം പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചാൽ കുറച്ചൊരു പുളിരസം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ആരും ചെയ്യാറില്ല, ഞാൻ എൻ്റെ ഒരു റെസിപ്പിക്ക് വേണ്ടി ചേർത്താണ്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം നല്ല തിളയ്ക്കുന്നുണ്ട്, അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളതിലൊരു ബൗളിലേക്ക് പകരുക കേട്ടോ. നല്ലതായിട്ട് നമുക്കിപ്പോൾ 5 മിനിറ്റ് പോലും വേണ്ടി വരില്ല.